പ്രിയമുള്ളവരെ, റാഫി അടൂരാണേ. ഇപ്പം ഞാൻ നിൽക്കുന്നത് വാദി ഹജർ മലയിടുക്കിലാണ് കേട്ടോ. ഇന്നൊരു അടിപൊളി ട്രക്കിങ്ങിനുള്ള പുറപ്പാടാണ്. മസ്കറ്റിലെ കൊടും ചൂടിൽ നിന്നും കുറച്ച് തണുപ്പ് തേടിയുള്ള യാത്രയിലാണ് കേട്ടോ. ഇവിടെ വന്ന് കണ്ട കാഴ്ചകളുണ്ടല്ലോ, അതിശയിപ്പിക്കുന്ന നല്ല കിടിലം കാഴ്ചകളായിരുന്നു. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സൗണ്ട്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സൗണ്ട്. യാത്ര മുമ്പോട്ട് തുടർന്നു. കുറച്ചു മുമ്പിലൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. അവിടുന്ന് തിരിച്ചു വരണമെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറേ ട്രക്കിംഗ് ടീമെല്ലാം നമ്മുടെ കൂട്ടിന് വന്നു. അങ്ങനെ അവരുടെ കൂടായി വീണ്ടുമുള്ള യാത്ര. അവസാനം ഞാൻ വന്നുപെട്ട സ്ഥലം താണ്ടി ഇതാണ്. ഈ ഒരു ഹൈക്കിംഗ് ഒരിക്കലും മുമ്പോട്ട് തുടരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കൂടെ കുറേ നല്ല ഒമാനി കൂട്ടുകാരെ കിട്ടിയോണ്ട് അവരുടെ കൂടായി വീണ്ടുള്ള യാത്ര. ഗൈസ്, അപ്പോൾ കിടില സ്ഥലമാണ്. പക്ഷേ അവിടുന്ന് കുറച്ച് റിസ്ക് ആണ് കേട്ടോ. കയറി പിടിച്ച് കയറി പോകുന്നുണ്ടോ? ഈ ഒരു കയറ് മേളിൽ കയറി പോയിട്ട് വേണം വേറൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ തണുപ്പാണ് കേട്ടോ. ഒടുക്കത്തെ തണുപ്പ്. കുറേ നാളെ സ്വിമ്മ് ചെയ്തിട്ട് പിന്നെ ഇവരെന്നോട് ചോദിച്ചാൽ എന്താ കുളിക്കാത്ത പേടിച്ചിരിക്കുന്നതെന്ന്. കേരളത്തിലെ പിള്ളേരാണ് കളി. അപ്പോൾ ഞാനും എടുത്ത് ചാടി. ഇവിടെ ഭയങ്കര ഡെപ്താണ്, നിൽക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അവിടെ ഇരുന്നതാണ് കേട്ടോ. ഇതുണ്ടോ, ഇവർ ഈ കയറി കൂടെ മേളിൽ കയറി പോവാണ്. അതാ കയറി പോകുന്നുണ്ടോ? അയാൾ തെന്നി വീണു കേട്ടോ. ഇതാണ് മേളിൽ നിന്ന് പടക്കോന്ന് വീണ്. ഇനി ആള് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ആള് വരുക. അയാളങ്ങ് എത്തി മേളി. കുറച്ച് റിസ്ക് ആണ് കേട്ടോ സംഭവം. ഗൈസ്, കേരളത്തിലെ പിള്ളേരോട് അവരുടെ കളി. കേരളത്തിലല്ല, അടൂരെ പിള്ളേരോട് അവരുടെ കളി. അവരെന്നോട് എന്താ പറഞ്ഞറിയോ? എന്താ പേടിച്ച് നിൽക്കുന്നതെന്ന്. നിലയില്ലാത്ത കനാലിലെ ഒഴുക്കുള്ള വെള്ളത്തിലാണ് നീന്തൽ പഠിച്ചത് നമ്മള്. അത് നമ്മുടെ ചേട്ടന്മാർ മുക്കി വെള്ളമൊക്കെ കുടിപ്പിച്ച് നീന്തൽ പഠിപ്പിച്ച ടീമാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളോട് ബെറ്റ് വെക്കുമ്പോൾ കുറച്ചൊക്കെ താത്തൊക്കെ ബെറ്റ് വെക്കണം പറയും കേട്ടോ. അപ്പോൾ ഞാൻ വലിഞ്ഞു പിടിച്ച് കയറി. എന്നോട് ബെറ്റ് വെച്ച ടീം കടന്ന് മുക്കറയിടുകയാണ്. അപ്പൊ അവരെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല, ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ.